ഇപ്പോൾ അടുത്ത നമ്പറാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുക. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയില്ല. ഒരു സിസ്റ്റത്തിൽ ഒരു സാധനം വേണ്ടേ? അങ്ങനെയില്ല. ടി ജി മോഹൻദാസിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നെ പോലീസിന് പിടിച്ചുകൊണ്ട് പോവാം, തല്ലിക്കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യാം. ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല എന്നെ, കാരണം അതിന് പ്രൊവിഷനില്ല. ഒരു പൗരനെ ചുമ്മാ നിന്നെ ഞാൻ ഇംപീച്ച് ചെയ്യൂടാ എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും. ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, ഇതൊക്കെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ വരുന്നതല്ല CSE. CSEയെ പിന്നെ എന്ത് ചെയ്യും? CSE ക്യാൻ ബി റിമൂവ്ഡ്. അങ്ങനെ നീക്കാം. ആർക്ക് നീക്കാം? അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് നീക്കാം. അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ഇയാളെ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോയിൻമെൻറ്റ് അതോറിറ്റി അത് ഇലക്ഷൻ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവർ പുതിയ 3 പേരെ കൊണ്ടുവരുന്നു. ഓട്ടോമാറ്റിക്കലി ഈ 3 പേര്, ഇരിക്കുന്ന 3 പേര് പുറത്താകുന്നു. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇത് പ്രധാനമന്ത്രി വിചാരിച്ചാൽ അല്ലാതെ നടക്കില്ല.